1990 വരെയും ഹൂർലിൻ പർദ കമ്പനി വരുന്നത് വരെയും ഇതില്ല. ഇപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഞങ്ങളെ ഫറൂഖ് കോളേജിലെ ചില ഡിപ്പാർട്ട്മെന്റുകളിൽ പോയാൽ ക്ലാസ് ഫോട്ടോസ് ഉണ്ട്, ഒരു 70 തൊട്ടുള്ള ഫോട്ടോസ്. അതിൽ നമുക്കതിൻ്റെ ഇവല്യൂഷൻ ഇങ്ങനെ കാണാം. അത് തട്ടം വന്ന് 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 ഇറങ്ങിപ്പോകുന്നു. പക്ഷെ അവിടെ അങ്ങനെ മുഖം മറച്ചിട്ടില്ല, പക്ഷേ അല്ല അവിടെ അത്ര ഉണ്ടായിട്ടില്ല. പക്ഷെ ചില കോളേജുകളിലെ യൂണിഫോം തന്നെ മുഖം മറക്കലാണ്. ഇതിന് ഞാനിപ്പോൾ പറയുന്നതിന് വലിയ കൗണ്ടർ ഉണ്ടാവും, ഭയങ്കര നവോത്ഥാന വിരുദ്ധ. നവോത്ഥാനം അല്ല സംഭവിച്ചത്. കേരളത്തിൽ സലഫി നവോത്ഥാനം എന്ന് പറയുന്ന വഹാബിവൽക്കരണം കൃത്യമായി റിവൈവലിസ് ആയിരുന്നു. ഒട്ടും നവോത്ഥാനം അല്ലത്, നവോത്ഥാനത്തിൻ്റെ എലമെൻ്റ് അല്ല അതിലുള്ള. പിന്നെ അവർ പറയൂ സ്ത്രീ വിദ്യാഭ്യാസം, അതൊക്കെ ഞാൻ പറയുന്ന പൂർണ്ണാർത്ഥത്തിലല്ലേ. ഇപ്പോൾ വക്കം മൗലവിയുടെ കോൺട്രിബ്യൂഷനും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇതിൽ കടുത്ത യാഥാസ്ഥിതിക പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ വക്കം അബ്ദുൽ ഖാദർ, KM മൗലവി ഫോർ എക്സാമ്പിൾ, വലിയ നവോത്ഥാന നായകരായിട്ടാണ് കൊണ്ടാടപ്പെടുന്നത്. അദ്ദേഹം സൗദി രാജാവിന് എഴുതിയ ഒരു നിവേദനം, ആ നിവേദനം KK അബ്ദുൽ കരീം എഴുതിയ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ സൗദി രാജാവിനോട് കുറേ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അങ്ങേറ്റ രാജസ്തുതിയാണ് അതിന്റെ തുടക്കം, പേജുകളോളം രാജസ്തുതി. നിങ്ങളാണ് ഞങ്ങളെ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എത്തിക്കുന്നത് അതിലും കടുത്ത വാക്കുകളാ, രാജസ്തുതി. അതിനുശേഷം പറയുന്നത് ഞങ്ങൾ അവിടെ വന്നു, ഹജ്ജിന് പോയതായിരിക്കാം, അപ്പൊ ചില വേണ്ടാത്തതൊക്കെ കണ്ടു. എന്താ ഒന്ന്, സൊലൂണുകൾ, ബാർബർ ഷോപ്പ് കണ്ടു. അപ്പോ താടി വടിക്കുന്നു, അത് ശരിയല്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇടപെടണം. നമ്മളെ നവോത്ഥാന ആവശ്യപ്പെടുന്നത്. 2, റേഡിയോ ഒന്ന് സംഗീത ഗാനാദികൾ കേൾക്കുന്നു, അതാണ് അതിന്റെ വാക്ക്. സംഗീതം പാടില്ല. അപ്പോ അതിന്റെ പിൻഗാമികളെ നമ്മളിപ്പം കാണുന്നുണ്ട്. ഇന്ന് ഇതേ ഭാഷയിൽ സംസാരിക്കണ മുജാഹിദ് ബാലുശ്ശേരിയാണ്. അല്ല, മുജാഹിദ് ബാലുശ്ശേരിന്റെ ഏട്ടനായിരുന്നു അത്. ഇനി അദ്ദേഹം മൂന്നാമത്തെ കാര്യം പറയുന്നുണ്ട് അതിൽ കത്തുകളില്. അവിടെ ഈ ഓഫീസിലൊക്കെ പോയപ്പോ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് പാടില്ല, ഫോട്ടോ പാടില്ല. ഫോട്ടോ, സംഗീതം, താടി വടിക്കൽ എല്ലാം പ്രശ്നമാണ്. ഈ നവോത്ഥാനത്തിന്റെ എലമെന്റ് എന്താന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിലുള്ളത്. ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് സ്വീകരിക്കാം.